ഈ ഇലക്ഷൻ്റെ സമയത്ത് 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഒന്നാമതായിട്ട്, നിങ്ങൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുക. രണ്ടാമത്, ഏജ് അതൊരു മാറ്ററാണ്. അതെ, എല്ലാവരുടെയും ബ്രെയിന് ഡിമെൻഷ്യയും അൽസൈമേഴ്സും ഒക്കെ ഒരു 60-65 വയസ്സാകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ബ്രെയിന് അങ്ങനെ സംഭവിക്കത്തില്ലയോ? പിന്നെ മൂന്നാമതായിട്ട്, പാരമ്പര്യം എന്നുള്ള പേരിൽ നമ്മൾ ആരെയും തള്ളിക്കളയരുത്. പാരമ്പര്യം ആണെങ്കിലും ഓക്കെ, അപ്പൻ മന്ത്രി ആണെങ്കിലും മകന് മന്ത്രിയാകാം. അവൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല 65 ബോയ്സിന് മുകളിലല്ല, നല്ല ചെറുപ്പക്കാരനാണ്. അതെ, നമ്മൾക്ക് ഈ ഇലക്ഷനിൽ നല്ല ചുറുചുറുക്കുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നമ്മുടെ നാടിനും നമ്മൾക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.